This is about post-structuralism part 2, modern literary theory, module 2, essay 1, post-structuralism part 2. അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ്-സ്ട്രക്ചറലിസം അതായത് അവരുടെ ദേ ആർ നോട്ട് വില്ലിങ് ടു ആക്സെപ്റ്റ് ലാംഗ്വേജ് ആസ് ദി അൾട്ടിമേറ്റ് അല്ലെ, അതാണ് അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ പോസ്റ്റ്-സ്ട്രക്ചറലിസത്തിൽ ഇനി പറയുന്നത് ഫിക്സ്ഡ് ഇൻ്റലക്ച്വൽ റെഫറൻസ് പോയിൻറ്റ്സ് ആർ പെർമനൻ്റ്ലി റിമൂവ്ഡ് ബൈ properly taking on board what structuralists said about language. Fixed intellectual reference points. ഇതാണ് ഇവരുടെ പ്രശ്നം. അതായത് നമ്മൾ ഒന്നിനെ എപ്പോഴും ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്നതിനെ പോസ്റ്റ് സ്ട്രക്ചറിസംകാർ ആക്സെപ്റ്റ് ചെയ്യില്ല. ദേ നെവർ റെഡി ടു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുവാണ്, പെർമനൻ്റ്ലി ദേ റിമൂവ് സച്ച് റെഫറൻസ് പോയിൻറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യുവാണ് അവർ പറയുന്നത്, ദ പ്രൊനൗൺസ്മെൻറ്റ്സ് അബൌട്ട് ലാംഗ്വേജ് ഓൺ ദ പാർട്ട് ഓഫ് സ്ട്രക്ചറലിസം സെൻഡ് അസ് ടു എ ഗ്രാവിറ്റി ഫ്രീ യൂണിവേഴ്സ്. അതായത് പോസ്റ്റ് സ്ട്രക്ചറിസംകാർ പറയുന്ന പുതിയ ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള ന്യൂ പ്രൊനൗൺസ്മെൻറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അതായത് മറ്റവർ പറയുന്നത് ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല, ലാംഗ്വേജിൽ നിങ്ങൾക്ക് അത്രയും അൾട്ടിമേറ്റാണ്, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നത്തിങ് ബിയോണ്ട് ദാറ്റ്. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് എന്താ, യു ആർ സെൻറ്റ് ടു എ ഗ്രാവിറ്റി ഫ്രീ യൂണിവേഴ്സ്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അതർവൈസ് അതൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ബിയോണ്ട് പോയി കഴിഞ്ഞാൽ എവ്രി വൺ വിൽ ബി ഫ്ലോട്ടിങ് ഇൻ ദ എയർ. അപ്പോൾ ഒരു ഭൂമിയിൽ നിന്ന് മേലോട്ട് കുറച്ച് ഒരു സ്പേസ് വരെ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളൂ, കുറച്ച് ഒരു ലിമിറ്റഡ് സ്പേസ്. അതിൻ്റെ അപ്പുറം അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പിന്നെന്താ പറയുക സാറ്റലൈറ്റ്സ് ഒക്കെ അങ്ങോട്ടേക്ക് അയക്കാൻ പറ്റുന്നത്. അതിൻ്റെ അപ്പുറം താഴേക്ക് വരില്ല. അപ്പോൾ നമ്മൾ വി ആർ ഫ്രീ ഇൻ ദാറ്റ് കേസ്. അപ്പം ഇതേപോലെയാണ് വിത്തൗട്ട് അപ്സൈഡ് ഡൗൺ ഓർ റൈറ്റ് വേ അപ്പ്. ഇങ്ങനെ ഒരു യൂണിവേഴ്സിലേക്കാണ് നമ്മൾ എൻ്റർ ഇൻ ടു. അതായത് ഫിക്സഡ് ലാൻഡ് മാർക്സ് ഒന്നുമില്ല നമുക്ക്. അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് എ ടെക്സ്റ്റ് ക്യാൻ ബി റെഡ് ഇൻ എനി വേ യു വോണ്ട് ടു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ്. പക്ഷെ അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്, അത് ആ ടൈമിൽ പറയാം. ഇതിൽ സിറ്റുവേഷൻ ഓഫ് ബീയിങ് വിത്തൗട്ട് ഇൻ്റലക്ച്വൽ റെഫറൻസ് പോയിൻറ്റ്സ്, വൺ വേ ഓഫ് ഡിസ്ക്രൈബിങ് ബോട്ട് പോസ്റ്റ് സ്ട്രക്ചേഴ്സ് കോൾഡ് ദ ഡീസെൻറ്റേർഡ് യൂണിവേഴ്സ്. ഇതാണ് അതിലെ മെയിൻ കോൺസെപ്റ്റ്, ദ ഡീസെൻറ്റേർഡ് യൂണിവേഴ്സ്. പോസ്റ്റ് സ്ട്രക്ചേഴ്സത്തിനെ പറ്റി എന്ത് വരുമ്പോഴും ഈ ഡീസെൻറ്റേർഡ് യൂണിവേഴ്സും ഡീസെൻറ്റേർഡ് നേച്ചർ ഓഫ് ദ കോൺസെപ്റ്റ്സ് അത് നമ്മൾ മറന്നു പോകാതെ റെഫർ ചെയ്യണം. അതായത് സിറ്റുവേഷൻ ഓഫ് ബീയിങ് വിത്തൗട്ട് ഇൻ്റലക്ച്വൽ റെഫറൻസ് പോയിൻറ്റ്സ്. അപ്പോൾ ഇതിൽ ഓഥർ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദി ഓഥർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റൊക്കെ ഇതുമായിട്ടാണ് ഇനി അറ്റാച്ച് ചെയ്ത് പറയാൻ പോകുന്നത്. അത് ഡീസെൻറ്ററിങ് ആണ്. ഓൾവേസ് നമ്മളെപ്പോഴും എന്താണ്, ഒരു സെൻറ്റർ ഉണ്ട്. വി ഓൾവേസ് അവർ കോൺസെപ്റ്റ്സ്, അവർ തിങ്കിങ്, അവർ വേ ഓഫ് ലിവിങ്, അവർ വേ ഓഫ് ബിഹേവിങ്, ഓൾ ദീസ് ആർ ഇൻ വൺ വേ ഓർ അതർ കണക്റ്റഡ് വിത്ത് എ സെൻറ്റർ. ഒരു സെൻറ്റർ ഇങ്ങനെ എപ്പോഴും അപ്പോൾ നമ്മൾ ഒരു റെഫറൻസ് പോയിൻ്റാണ്, അതങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്നത് പോലും ഒരു സെൻറ്റർ ഓറിയൻറ്റഡ് തിങ്കിങ്ങാണ്. അതായത് ആരൊക്കെയോ കണ്ടുവെച്ച ഒരു മെഷർമെൻറ്റ്, അതിൻ്റെ ബേസിസിൽ നമ്മൾ മറ്റുള്ള പലതിനെയും അളക്കുകയാണ്. ഇതേപോലെയാണ് നമ്മൾ റീഡിങ്ങിലും റൈറ്റിങ്ങിലും ഇൻറ്റർപ്രിട്ടേഷൻസിലും ഒക്കെ ഇതുവരെയും. അതിപ്പോൾ സംടൈംസ് ഇറ്റ് ഈസ് അബൌട്ട് യൂറോസെൻട്രിക് നോംസ്, അതൊരു സെൻറ്ററാണ്. അപ്പോൾ ഇങ്ങനത്തതിനെയാണ് ഇവർ പൊളിച്ചെഴുതുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തിയറി ബിൽഡിംഗ് ആണ് ഇവിടെ ആദ്യമായിട്ട് നടക്കുന്നത്. അതായത് ലാംഗ്വേജ് ആണല്ലോ ഇതിൻ്റെ അൾട്ടിമേറ്റ്. നമുക്കറിയാം പാട്രിയാർക്കൽ ലാംഗ്വേജ്, അതുകൊണ്ടാണ് ചെയർമാനായി മാറുന്നത് ഈവൺ ഇഫ് ദ വുമൺ ഈസ് ഹാവിങ് ദ പൊസിഷൻ. അപ്പോൾ അവിടെ ആ സെൻറ്റർ എവിടെയാണ്, മാസ്കുലൈൻ സെൻറ്ററാണ്, മെയിൽ സെൻറ്റേർഡാണ്. അതിനണക്കായിട്ടുള്ള ലാംഗ്വേജ് ഓൾറെഡി ഇവർ ബിൽഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിനെയൊക്കെയും നമ്മൾ പൊളിച്ചെഴുതുന്നതാണ് ഡീകൺസ്ട്രക്ഷൻ. ഈ ഡീസെൻറ്ററിങ് ഓഫ് ദി യൂണിവേഴ്സ് ആസ് വെൽ ആസ് ഡീസെൻറ്റേർഡ് കൈൻഡ് ഓഫ് ആക്സസിബിൾ ലാംഗ്വേജ് എന്നുള്ളതാണ് നമുക്ക് ഇനി മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ബൈ ഡെഫിനിഷൻ അതിൽ വേറൊന്ന് പറയുന്നത്, വി കനോട്ട് നോ വേർ വി ആർ സിൻസ് all the concepts which previously defined the center margins have been deconstructed or undermined. ഇതുവരെയും നമ്മൾ സെൻറ്റർ എന്താണെന്ന് കോൺസെപ്റ്റും സെൻറ്റർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നമ്മൾ വിചാരിച്ചിരുന്ന എക്സിസ്റ്റിംഗ് ആണ് എന്ന് വിചാരിച്ചിരുന്ന ആ പർട്ടിക്കുലർ സെൻറ്ററും ഒന്നും ഇനിയില്ല നമ്മൾക്ക്. ഇപ്പോൾ സെൻറ്റർ മാർജിൻ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ യൂറോപ്പ് ഒരു കോളനിയെ കാണുന്നത് അവർ സെൻറ്ററും നമ്മൾ മാർജിനുമായിട്ടാണ്. ഇപ്പം പറയുന്നത് എവറിത്തിങ് ഈസ് ഫാളിങ് ഡൗൺ. അങ്ങനെ നിങ്ങൾ സെൻറ്ററും നമ്മൾ മാർജിനും ഒന്നുമല്ല. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പിന്നെ ഈസ്റ്റാണ്, നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വേറെ വെസ്റ്റേൺ സെൻറ്റേർഡ്, യൂറോ സെൻട്രിക്, ഇങ്ങനത്തെ എല്ലാ നോഷൻസും. അതായത് ഇത് ശരിക്കും പറഞ്ഞൊരു ഹ്യൂമനിസ്റ്റിക് ആണ്, ഇവരുടെ വ്യൂ ഹ്യൂമനിസ്റ്റിക് ആണ്. കാരണം അതായത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ മെയിൻ സ്കോളേഴ്സ് മുഴുവൻ വന്നത് ഡെറിഡ മുതൽ എല്ലാ സ്കോളേഴ്സും ഒന്നുകിൽ ഒന്നായിട്ടൊരു കോളനൈസ്ഡ്
നേഷൻസിലെ കോളനൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് എന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവരുടെ റബല്യൻ ഇതാണ്. അങ്ങനെ എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റംസ് ഒന്നും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് അല്ല. യു ടെൽ ദാറ്റ് ദിസ് ഈസ് ദ സെൻറ്റർ, ബട്ട് വി ഡോണ്ട് തിങ്ക് ദാറ്റ് വി നോ ലോങ്ങർ ആർ റെഡി ടു എക്നോളജ് ദിസ് കൈൻഡ് ഓഫ് എ സെൻറ്റർ. നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത് ഇതാണ്. നിങ്ങൾ പറയുന്ന ഹീറോയിക് ഫിഗർ അല്ല നമ്മളുടെ കണ്ണിൽ ഹീറോയിക് ഫിഗർ. നിങ്ങൾ പറയുന്ന ഹീറോയിസ് നിങ്ങളുടെ കോൺസെപ്റ്റിലുള്ള ഹീറോയിസ് ആണ്. നോ ലോങ്ങർ വി ആർ റെഡി ടു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അവിടെയാണല്ലോ ഡീകൺസ്ട്രക്ഷൻ ഓഫ് രാമായണ ഓർ മെനി അതർ മെയിൽ ഓറിയൻറ്റഡ് ടെക്സ്റ്റ് വേറെയും ഉണ്ട്. അതായത് നമ്മൾ അന്ന് ശകുന്തളേൻ്റെ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു മെയിൽ വ്യൂവിൽ വരുമ്പോൾ ഒരു വുമൺ ക്യാരക്ടർ വളരെ അവളുടെ എല്ലാ ആക്ഷൻസും പിന്നെ ബ്ലെയിംഡ് ആണ്. അതായത് അവൾ ചെയ്യുന്ന എല്ലാ അവളുടെ പ്രശ്നങ്ങളും കൊണ്ടാണ് ഓൾ ദി പ്രോബ്ലംസ് ഇൻ ഹർ ലൈഫ് ഒക്കേഴ്സ്. അതേസമയം അതൊരു വുമൺ സെൻറ്റേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റായിട്ട് വരുമ്പോൾ ശകുന്തള ഈസ് ഇൻ എ വേ അവൾ അത്രയധികം ജസ്റ്റിഫൈഡ് ആണ്. ഹർ ക്യാരക്ടർ, ഹർ ആക്ഷൻസ്, ഓൾ ദി പ്രോബ്ലംസ് ഷീ ഫേസസ് ഇൻ ഹർ ലൈഫ്, ഓൾ ദീസ് ആർ ജസ്റ്റിഫൈഡ്. അപ്പം ഇങ്ങനെ സെൻറ്ററിനെ പൊളിച്ചെഴുതാൻ പറ്റുന്ന ഇൻ ഇഫക്റ്റ് ഇവർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിയറി ബിൽഡിങ് ആദ്യം ചെയ്യുവാണ്. ഇതിൽ വേറൊന്ന് കോൺസ്റ്റൻറ്റ് ഹൈ ആങ്സൈറ്റി അബൌട്ട് ലാംഗ്വേജ്. ഇവിടെ ഒരു ഇവർ പിന്നെ മുന്നോട്ട് പോകുന്ന ഈ പറയുന്ന കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പം എന്തൊക്കെയാണ് സംഭവിക്കുക ഓർമ്മിച്ച് നോക്കുക. കോൺസ്റ്റൻറ്റ് ഹൈ ആങ്സൈറ്റി അബൌട്ട് ലാംഗ്വേജ്. ആര് ലാംഗ്വേജ് യൂസ് ചെയ്യും? സ്ട്രക്ചറലിസംകാരുടെ ആകുമ്പോൾ ഭയങ്കര ഈസിയാണ്. ലാംഗ്വേജ് അല്ലേ, ഞാനത് പറഞ്ഞു, ഞാനതാണ് ഉദ്ദേശിച്ചത്. നത്തിങ് ഈസ് ബിയോണ്ട് ദാറ്റ്. പക്ഷെ ഇവിടെ എന്താ, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, അത് വേറൊരാളിനി വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും. അനദർ പേഴ്സൺ മേ തിങ്ക് ഇൻ അനദർ വേ. സി 100 persons when they listen to the same speech by me or same thing given by me, അത് പല രീതിയിലല്ലേ എടുക്കുക എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് ആങ്സൈറ്റി, ഹൈ ആങ്സൈറ്റി അബൌട്ട് ലാംഗ്വേജ്. നമ്മൾ ആർക്കും അതായത് ലാംഗ്വേജ് എന്ന് പറയുന്ന സെൻറ്ററിനെയും ഇവർ പൊളിച്ചു. അതിൻ്റെ ഒതൻറ്റിസിറ്റിയും ഇവർ ക്വസ്റ്റ്യൻ ചെയ്തു. അത് ഒതൻറ്റിക് അല്ല എന്ന് ഇവർ പ്രൂവ് ചെയ്തു. അതായത് നമ്മൾ അതിനാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഗോസ്റ്റൊക്കെ പറയുന്നത്. ഗസ്റ്റിനെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഗസ്റ്റിൻ്റെ എറ്റിമോളജിക്കലി പോകുമ്പം ഹോസ്റ്റിസ് എന്നാണ് വരുന്നത്. അതിൻ്റെ എക്സാക്റ്റ് മീനിങ് എനിമി എന്നാണ്. അപ്പം രാവിലെ വീട്ടിൽ വരുമ്പം കുറച്ച് സന്തോഷമാണ്, ഉച്ചയ്ക്ക് ഇത് പോകുന്നില്ല എന്ന് കാണുമ്പം കുറച്ചും കൂടി വൈകുന്നേരം പോകുമായിരിക്കും എന്ന് വിചാരിക്കും. വൈകുന്നേരം സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് കാണുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഗസ്റ്റ് എന്തായി മാറി? എക്സാക്ട്ലി നെഗറ്റീവ് സെൻസിലേക്ക് പോയി. അപ്പോൾ ആ മീനിങ് അതിൽ എത്രമാത്രം ഇംപ്ലൈഡ് ഉള്ളിലുണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ നമുക്കറിയില്ല. ഇതിനെയൊക്കെയാണ് ഇവർ സെർച്ച് ചെയ്ത് ഉള്ളിലേക്ക് ഇറങ്ങി കണ്ടുപിടിച്ചിട്ട് നമ്മളെ മുന്നിൽ കൊണ്ടുവന്നിട്ടത്. സോ ദാറ്റ് നോ ലോങ്ങർ ലാംഗ്വേജ് ഇസ് ഇൻ എ വേ ഡിപ്പെൻഡബിൾ എന്നിവർ കാണിക്കുന്നതാണ്. അതിൽ പിന്നെ പറയുന്നത് കോൺസ്റ്റൻ്റ്ലി പെർവേസീവ് വെദർ വി യൂസ് ദ ലാംഗ്വേജ് അറ്റ് ദ ലെവൽ ബിയോണ്ട് അവർ കാഷ്വൽ ഓർ അക്വൈൻറ്റൻസ് ലെവൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് അക്വൈൻറ്റൻസ് ലെവലിൻ്റെ ബിയോണ്ടൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ, എക്സ്പെഷ്യലി ഇൻ എ കോണ്ടെക്സ്റ്റ് വെർ യു ആർ റൈറ്റിംഗ് എ പ്രൊഫഷണൽ ലെറ്റർ, അപ്പോളജി or whatever it may be. നമ്മളിപ്പം ഒരു ഒന്നും വേണ്ട റിക്വസ്റ്റ് ലെറ്റർ എഴുതുമ്പോൾ പോലും അയ്യോ ഞാൻ ഇത് ഉദ്ദേശിച്ചാൽ അതാണോ എടുക്കുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇങ്ങനെയൊരു കോൺസ്റ്റൻറ്റ് ആങ്സൈറ്റി ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് സംവാട്ട് പോസിറ്റീവ് ഓൾസോ. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ വെറുതെ ഒരു ഫിക്സ്ഡ് ഇൻറ്റർപ്രിട്ടേഷൻസിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോകില്ല. വി നെവർ കം ഡൗൺ ടു ദാറ്റ് ലെവൽ. മറ്റെന്താണ്, നമുക്ക് ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് റീഡിംഗ് ഉണ്ടെങ്കിൽ വി ആർ ഹൈലി സാറ്റിസ്ഫൈഡ് വിത്ത് ദ സെയിം. അതിൻ്റെ അപ്പുറം നമ്മളൊന്നും ചിന്തിക്കില്ല. ഹിയർ വി നീഡ് ഇറ്റ് ഡിമാൻഡ്സ് എ ലോട്ട് ഓഫ് ബ്രെയിൻ വർക്ക് ആഫ്റ്റർ ദ ആഡ്വെൻറ്റ് ഓഫ് പോസ്റ്റ് സ്ട്രക്ചറിസം ആൻഡ് ഡികൺസ്ട്രക്ഷൻ. ഒരു ടെക്സ്റ്റ് കിട്ടിയാൽ അതിനെ എനിക്ക് എൻ്റെ തോട്ട് പ്രോസസ്സിനനുസരിച്ച് വായിക്കാനുള്ള പോസിബിലിറ്റി എങ്കിലും ഉണ്ട്. ഇഫ് ഐ ക്യാൻ സബ്സ്റ്റാൻഷിയേറ്റ് മൈ വ്യൂസ് ഇറ്റ് വിൽ ബി ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ഓർ ദാറ്റ് റീഡിങ് ഓൾസോ വിൽ ബി ആക്സെപ്റ്റഡ് എന്നുള്ള വലിയൊരു പോസിബിലിറ്റി അവിടെ എക്സ്റ്റെൻഡഡ് ആവും. അതും കൂടി അതിൻ്റെ വലിയ പോസിബിലിറ്റി ആയിട്ട് എടുക്കണം. ഓക്കെ. ആൻഡ് സ്ലൈറ്റ്ലി ലെസ് സ്ട്രേറ്റ് ഫോർവേഡ് ലാംഗ്വേജ് സിറ്റുവേഷൻസ് ഓർമ്മിച്ച് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മളൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ ഒഫീഷ്യലായിട്ടുള്ള ഫോർമലായിട്ടുള്ള സിറ്റുവേഷനിൽ എന്തെങ്കിലും എഴുതുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പം ഈ ലാംഗ്വേജിൻ്റെ ഈ അൺസർട്ടനിറ്റി നമ്മളെ എത്രമാത്രം ആങ്സൈറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നുള്ള അവർ ഒരു എക്സാമ്പിൾ അതിൽ തന്നിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ റൈറ്റിംഗ് ടു ബാങ്ക് ഓർ എൻ എസ്സേ, കണ്ടോളൻസ് ലെറ്റേഴ്സ്, ഇതൊക്കെ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും പണ്ടാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ലാംഗ്വേജ് ഞാൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നാണ് ഇനിയിപ്പം ഇങ്ങനെയുള്ള ഡീപ്പർ ലെവൽ അനാലിസിസിൽ മറ്റുള്ളവർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ലിസിഡാസ് എന്ന് പറഞ്ഞ മിൽട്ടൻ്റെ പോയ ഓർമ്മിച്ച് നോക്കുക. സോ പാസ്റ്ററൽ എലിജി എന്ന് പറഞ്ഞാൽ എന്താ? മോർണിംഗ് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ. അപ്പോൾ അവിടെ മിൽട്ടൺ മറ്റുള്ളവരെ നിർബന്ധിച്ചിട്ടാണ് ആക്ച്വലി ലിസിഡാസ് എന്ന് പറയുന്ന, ലിസിഡാസ് അല്ല, എഡ്വാർഡ് കിങ് എന്ന് പറയുന്ന ഹിസ് ക്ലാസ്മേറ്റ് ഹു ഡൈഡ്
അയാൾ ഡെത്ത് മോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ എഴുതുന്നത്. പക്ഷേങ്കിൽ അവിടെ വരുന്ന പ്രശ്നം എന്താണ്, പിന്നീടുള്ള ലേറ്റർ ഇൻറ്റർപ്രിറ്റേഴ്സ് പറയുന്നത് മിൽട്ടൺ ലാക്സ് ജെനുവിൻ ഗ്രീഫ് എന്നാണ്. അതായത് മിൽട്ടൺ ഓൾറെഡി വളരെ അവരുടെ പ്രൊഫഷണൽ അപ്ഹീവലിൻ്റെ ടൈമിൽ, അതായത് ഒരു വലിയ എപ്പിക്കൊക്കെ എഴുതാൻ വേണ്ടി പാരഡൈസ് ലോസ്റ്റ് അല്ലെ ഇങ്ങനെ മനസ്സിൽ പിന്നെ എഴുതാൻ വേണ്ടി വളരെ പ്ലാൻഡായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന മോർണിംഗ് പോം എഴുതാൻ വേണ്ടിയിട്ട് മോർണിംഗ് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത് ആൾക്കാർ. അപ്പം ഒരാൾ മറ്റുള്ളവർ നിർബന്ധിച്ചിട്ട് ഒരാൾ മോൺ ചെയ്തിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ അതിന് ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ എന്താണ് അതിൻ്റെ ലാംഗ്വേജിൽ വിസിബിൾ ആയിരിക്കും. പക്ഷേ കാണുമ്പോൾ അത് വളരെ നീറ്റായിട്ടുള്ളൊരു പോയമാണ്, വളരെ അക്നോളജ്ഡ് ആയിട്ടുള്ള പോയമാണ്, വളരെ അപ്രീഷിയേറ്റഡ് പോയാണ്. പക്ഷേ ലേറ്റർ ക്രിട്ടിക്സ് യൂസ്ഡ് ടു ടെൽ ദാറ്റ് ഹി ലാക്സ് ജെനുവിൻ ഗ്രീഫ്. അങ്ങനെ അതിൽ ശരിക്കും പറഞ്ഞാൽ ഡീപ്പർ അനാലിസിസിന് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കുള്ള സിൻസിയർ ആയിട്ടുള്ള സങ്കടമൊന്നും കാണാനില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഇപ്പോൾ കണ്ടോളൻസ് ലെറ്റേഴ്സിൻ്റെ കേസിലും റൈറ്റിംഗ് ടു ദ ബാങ്ക്, എസ്സേ, ഓൾമോസ്റ്റ് യൂണിവേഴ്സലി ഫെൽറ്റ് ആങ്സൈറ്റീസ് അതെല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ തെറ്റിപ്പോവുക, ഞാൻ വിചാരിച്ചതല്ലേ അവർ എടുക്കുക എന്നൊക്കെ ഉള്ള സംഭവം. അല്ലെ ലാംഗ്വേജ് വിൽ എക്സ്പ്രസ് തിങ്സ് വിച്ച് വി ഹാഡ് ഇൻ ഇൻറ്റൻറ്റഡ്. അവിടെയാണ് പ്രശ്നം വരിക. ഇപ്പം നമുക്കറിയാം ലാംഗ്വേജ് ക്യാൻ എക്സ്പ്രസ് വിച്ച് വി ഹാവ് ഇൻ അറ്റ്ലീസ്റ്റ് ഇൻറ്റൻറ്റ്. അയ്യോ ഞാൻ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താ സംഭവം, നമ്മൾ ഉദ്ദേശിച്ച ഇതാണ്, പക്ഷേങ്കിൽ വേറൊരാൾ എടുക്കുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അയാളോട് എടുക്കാൻ ഉണ്ടാന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഹിസ് ലാംഗ്വേജ് ഇൻറ്റർപ്രിട്ടേഷൻ ലെവൽ ഈസ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി. അപ്പോൾ എനിക്കതെൻ്റെ ഇറ്റ്സ് മൈ ഫ്രീഡം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നോ ലോങ്ങർ വി ക്യാൻ ചാലഞ്ച് ദാറ്റ്. ഓക്കെ, അവിടെയാണോ കൺവേ ദ റോങ് ഇംപ്രഷൻ. ചിലപ്പോൾ അത് റോങ് ഇംപ്രഷൻ കൺവേ ചെയ്യുമോ എന്നുള്ള ടെൻഷൻ. പിന്നെ ബിട്രേ അവർ ഇഗ്നോറൻസ്, കെയർലെസ്നെസ്, കൺഫ്യൂഷൻ, നമുക്കിത് എഴുതാൻ അറിയില്ലായിരുന്നു എന്നത് മനസ്സിലായിപ്പോവും എന്നൊക്കെ ഉള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഗ്രാൻറ്റും GRANT. അപ്പോൾ ഞാനത് വെറുതെ പോയിട്ട് പറയുവാണെങ്കിൽ പ്ലീസ് ഗ്രാൻഡ് മീ ലീവ്, എനിക്ക് GRANT ആണോ GRAND ആണോ എന്ന് അറിയില്ല. പക്ഷേ അത് ഇൻ സ്പീച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ലാംഗ്വേജിൻ്റെ സ്ക്രിപ്റ്റിൽ അത് വരുമ്പോൾ അത് GRAND ആണെങ്കിൽ വാട്ട് ഹാപ്പൺസ്, GRANT ആണെങ്കിലാണോ GRAND ആണോ ഏതാ വേണ്ടത് ഇൻ റൈറ്റിങ്ങിന് എനിക്ക് അത് അലോ ചെയ്യണം എന്നുള്ളതിന്. അപ്പോൾ അത് നമുക്കറിയില്ലെങ്കിൽ നമ്മുടെ ഒരു ഇഗ്നോറൻസ് റിവീൽഡ് ആവില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ആങ്സൈറ്റീസാണ് നമുക്ക് ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ വരിക. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ അൺസർട്ടൈനിറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് സം അണ്ടർലൈങ് സെൻസ് കൊടുക്കുന്ന രീതിയിൽ സംടൈംസ് നമ്മൾ പറയുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ജാമ്യം എടുക്കുന്ന രീതിയിൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇഫ് യു സീ വാട്ട് ഐ മീൻ എന്ന് പറയുന്നൊരു സെൻറ്റൻസ് നമ്മൾ ഓൾറെഡി നോട്ടിൽ വന്നിട്ടുണ്ട്. അത് ഇഫ് യു സീ വാട്ട് ഐ മീൻ, ഞാൻ പറയുന്ന പോലെയാണ് നീ കാണുന്നതെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരവസ്ഥ. ഓർ ഇൻ എ മാനർ ഓഫ് സ്പീക്കിംഗ്, ഒരു തരത്തിൽ പറഞ്ഞാൽ വേറെ തരത്തിലും പറയാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ്, സെയിം അണ്ടർലൈങ് സെൻസ് ദാറ്റ് വി ആർ നോട്ട് റിയലി ഇൻ കൺട്രോൾ ഓഫ് ദി ലിംഗ്വിസ്റ്റിക് സിസ്റ്റം. എൻ്റെ രീതിയിൽ ഇതാണ്, അത് നിങ്ങൾക്ക് വേറെ രീതിയിൽ എടുക്കാം, പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ എടുത്താൽ വലിയ ഉപകാരമായിരുന്നു എന്നുള്ള ഒരു അണ്ടർലൈങ് സെൻസും കൂടി അതിലുണ്ട്. ബട്ട് നോ ലോങ്ങർ യു ഹാവ് ദി പ്രൊവിഷൻ ടു കൺട്രോൾ ഓർ പ്രൊവിഷൻ ടു കമ്പൽ ദാറ്റ് യു ഷുഡ് ടേക്ക് ദിസ് മീനിങ് ദാറ്റ് ഐ മെൻറ്റ് എന്നുള്ള സംഭവം ഇല്ല ഇനി. കാരണം അത് ഇൻറ്റർപ്രറ്റ് ചെയ്യാന്നുള്ളത് വേറൊരാളുടെ കൂടി ഫ്രീഡമായിട്ട് മാറുകയാണ്. അതാണ് നമ്മുടെ ഡെത്ത് ഓഫ് ദി ഓഥറിൻ്റെ മേജർ കോൺസെപ്റ്റ്. ഞാൻ പറയേണ്ടത് പറഞ്ഞു, പക്ഷേ എന്താ അതിൻ്റെ അപ്പുറം വേറൊരു ഇൻറ്റർപ്രിട്ടേഷൻ 10 പേർക്കും 10 വിധത്തിൽ പോസിബിളാണ്. വെറുതെ അതും ഇതും പിന്നെ ഇൻറ്റർപ്രറ്റ് ചെയ്യാമെന്നില്ല, പക്ഷേ അതിൽ ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. സോ ലിംഗ്വിസ്റ്റിക് സ്കെപ്റ്റിസിസമാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട്. ഇങ്ങനെയുള്ള ടേംസ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. റാഡിക്കൽ ലിംഗ്വിസ്റ്റിക് സ്കെപ്റ്റിസിസം. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാം, സംതിങ് വെരി റബല്യസ്. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിന് അത്രയും ഹൈ സ്പിരിറ്റഡ് എന്നാണ്. ലിംഗ്വിസ്റ്റിക് സ്കെപ്റ്റിസിസം, ലാംഗ്വേജിനോടുള്ള സ്കെപ്റ്റിസിസം മീൻസ് ഡൗട്ട്, ലാംഗ്വേജിനോടുള്ള ഡൗട്ടാണ്. സോ ടിപ്പിക്കൽ ഓഫ് ഡിക്കൺസ്ട്രക്ഷൻ. ഇതാണ് ഡിക്കൺസ്ട്രക്ഷൻ്റെ മേജർ, അതിൻ്റെ ഏറ്റവും മെയിൻ ക്യാരക്ടറിസ്റ്റിക് തന്നെ ഇതാണ്, റാഡിക്കൽ ലിംഗ്വിസ്റ്റിക് സ്കെപ്റ്റിസിസം. സോ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഫ്രെയിം ഓഫ് മൈൻഡ് lies very much with the attitudes and anxieties which most of us experience. നമ്മൾ ഇതുവരെയും നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, പേഴ്സണലായിട്ട് ചെയ്യുന്ന വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ആങ്സൈറ്റീസ് ഉണ്ടാവുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിനോ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പൈപ്പ് ഞാൻ പൂട്ടിയോ, വീട്ടിൽ നിന്ന് വൈകുന്നേരം തിരിച്ചു പോവുള്ളൂ, അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നോ,
ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് നമുക്ക് ഇതുവരെയുള്ള ആങ്സൈറ്റീസ് കോസ് ചെയ്തതെങ്കിൽ ഇന്ന് അത് ലാംഗ്വേജിൻ്റെ യൂസേജിൽ ഓരോ മൊമെൻറ്റിലും അത് എത്തി നിൽക്കുന്നത് ഈ പറയുന്ന പോസ്റ്റ് സ്ട്രക്ചറിസംകാർ ഇതിൻ്റെ ലാംഗ്വേജിൻ്റെ ഈ ഒരു അൺസർട്ടൈൻ നേച്ചർ പുറത്ത് കൊണ്ടുവന്നതുകൊണ്ടാണ്. അതാണ് ആ ഫ്രെയിം ഓഫ് മൈൻഡ് തന്നെ എന്താണ്, ലൈസ് വെരി മച്ച് വിത്ത് ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആങ്സൈറ്റീസ് വിച്ച് മോസ്റ്റ് ഓഫ് us എക്സ്പീരിയൻസ്. നമുക്ക് മറ്റു പല കാര്യങ്ങളിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആങ്സൈറ്റീസ് ഇന്നത് ലാംഗ്വേജ് യൂസിലും സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ.